ഞാനിവിടെ ഉണ്ടട്ടെ അങ്ങ് പോരെ. ഓക്കെ ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വരണം. ഞാൻ നിങ്ങളെ കുറേ ആയി നോക്കിയിരിക്കുന്നേ. ഏത് വരെ കൊടുക്കാനുള്ളേ? ഇതാ നിൽക്കണ ആഞ്ഞില്, ഇതാ പ്ലാവ്, പിന്നെ അത് ഒരെണ്ണം കൂടി കൊടുക്കാനുണ്ട്. ഇത് നോക്കിയിട്ട് പറ. 3 മരം കൊടുക്കാനുണ്ട്. ആ 3 കൊടുക്കാനുണ്ടാവും. 3 ഉണ്ടല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ഓ അതിനെന്താ നോക്കിയോ. ഇതിന്റെ വിലയൊക്കെ എങ്ങനെ ഉദ്ദേശിക്കണേ? ആ വിലയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പറ, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. എടാ എങ്ങനെയുണ്ടടാ, നമുക്ക് വല്ലതും വെച്ചം കിട്ടുമോ? ആ നമുക്ക് നോക്കാം ചേട്ടാ, ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. നിന്റെ നോട്ടത്തിൽ എത്ര തടയോടാ? എങ്ങനെ പോയാലും ഒരു 75,000 രൂപ കുറയൂല. ശരി നോക്കാം. മരം അത്രയ്ക്ക് പോരാ, കാതിൽ തീരെ കുറവാ. എൻ്റെ നോട്ടത്തിൽ ഒരു 25,000 രൂപ. ഓ അത് തീരെ കുറഞ്ഞു ചേട്ടാ. എൻ്റെ നോട്ടത്തിൽ അത്രേ കിട്ടാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ ആളുടെ കൊടുത്തോ? ചേട്ടാ കുടുംബത്തിൽ ഇത് പ്രശ്നമായതുകൊണ്ടാണ് കൊടുക്കണേ. പരമാവധി അഡ്ജസ്റ്റ് ചെയ്താ. ഓ നടക്കൂല. ആ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. 10,000 രൂപ ഇപ്പോൾ തരാം, പിന്നെ ബാക്കി മരം വെട്ടിയിട്ട് തരാം. ചേട്ടൻ്റെ ഇഷ്ടം പോലെ ഇട്ടാ. 10,000 രൂപയുണ്ട്, ഇതാ പിടിച്ചോ. എന്നാൽ ശരി, അപ്പോൾ ബാക്കി മരം വെട്ടി കഴിഞ്ഞിട്ട് കാണാം. മരം വെട്ടണമെന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാം. ഓക്കെ. കച്ചവടം ഉറപ്പിച്ചിട്ടാ. ചേട്ടാ നല്ല ഉഗ്രം ഉരുപ്പിടിയാണ്. എങ്ങനെ പോയാലും നമുക്ക് നഷ്ടം വരില്ല. അപ്പോൾ നാളെ തന്നെ നമുക്ക് പണിക്കാരെ കൊണ്ടുവരാം. എന്നാ നാളെ തുടങ്ങിയേക്കാം. ആരാ അത്? ആരാ? എന്താണ് ഇവിടെ കാര്യം? എന്താ പറമ്പിൽ കാര്യം? ചേട്ടാ ഇതാരാ? എന്താ നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ പറമ്പിൽ കാര്യം? ഈ മരങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു. നാളെ ഞങ്ങൾ വെട്ടാൻ ആളെ കൊണ്ട് വരും. മരങ്ങൾ മേടിച്ചാ? ആര് നിങ്ങൾക്ക് മരം വിറ്റത്? ഈ പറമ്പിന്റെ മുതലാളി വന്ന് കച്ചവടം നടത്തി അഡ്വാൻസും കൊടുത്തു. നാളെ ഞങ്ങൾ മരവും വെട്ടും. ഏത് മുതലാളി? ഞാനാണ്ട മുതലാളി, ഇത് എന്റെ പറമ്പാണ്ട. നമ്മൾ അഡ്വാൻസ് കൊടുത്തതോ? വല്ലവന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസും മേടിച്ചിട്ട് എന്റെ പറമ്പിൽ നിന്ന് മരം വെട്ടാൻ വന്നേക്കണോ? ഇറങ്ങി പോടാ എന്റെ പറമ്പിൽ നിന്ന്. ദൈവമേ, ചതിച്ചല്ലോ. ഇറങ്ങടാ എന്റെ പറമ്പിൽ നിന്ന് ഇറങ്ങടാ. ഇറങ്ങി പോടാ. നല്ല പണിയാണല്ലോ. 8ന്റെ പണിയായി പോയല്ലോ. ആ എടാ പോരാടാ, ഈ മരം നമുക്ക് അരി മേടിക്കാനുള്ള വകുപ്പൊപ്പിച്ചേനുണ്ടല്ലോ. ഇതുകൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റാവും? ഓണോർത്തോളം പോട്ടെ, അടുത്ത ആളുകൾ കൊണ്ടാ. 2 ദിവസത്തിനുള്ളിൽ ഒരാളും കൊണ്ടുവരാം. ഇത് മരം വെട്ടാൻ വേണ്ടി മാത്രമുള്ള കൈയല്ലടാ. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. ഇനി മേലാൽ മരം വെട്ടുകാരെ പറ്റിക്കാൻ നോക്കരുത്, കേട്ടോടാ. റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ചെയ്യും. മരം ചതിക്കോടാ. ഇടക്കിടക്ക് ചതിക്കും മാഷേ. അയ്യോ.